അപ്പോഴൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെന്നെ എഴുതി തള്ളി, ഇങ്ങോട്ട് വരണ്ട, കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അഹല്യയിൽ പോയി. അഹല്യയാണോ എനിക്കറിയില്ല, ഐ കെയർ ഹോസ്പിറ്റൽ കോട്ടയം. അവിടെ ഇങ്ങനെ ആരോ പറഞ്ഞിട്ട് പോയതാ. അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഇനി വല്ല മൈഗ്രെയിനോ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സാധനം, ഞാൻ ഈ വേർഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കാരിത്താസിൽ പോയി. കാരിത്താസിൽ പോയപ്പോഴത്തേക്കുമാണ് അവർ പറഞ്ഞത് മൈഗ്രെയിൻ ആണ്. പിന്നെ കുറേ മരുന്നൊക്കെ അപ്പം കഴിച്ചിരുന്നു, പക്ഷെ എനിക്കിത് മാറിയില്ല. പിന്നെ നമ്മൾ എപ്പോഴും മരുന്ന് കഴിക്കുന്നത് ആരും ഇത് പ്രിഫർ ചെയ്യില്ലല്ലോ. പിന്നെ അങ്ങോട്ട് ഈ വരുന്നതിൻ്റെ, അതായത് വേദനയുടെ ഇൻറ്റൻസിറ്റി കുറയുകയും പിന്നെ വരുന്നതിൻ്റെ ആ ഒരു അതായത് ഇപ്പം ആഴ്ചയിൽ ഇപ്പം എനിക്ക് 3 തവണ വരും, പിന്നെ അതൊരു ആഴ്ചയിൽ 2ആയി, പിന്നെ 1ആയി, അങ്ങനെയായപ്പോൾ നമ്മൾ മരുന്ന് നിർത്തി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കാരിത്താസിനാണ് സൈനസ് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് ഈ വേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ താഴെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയല്ല കേട്ടോ, അമ്മയാണേ. അപ്പോൾ ആള് വന്നിട്ട് ഈ രാവിലെ സൂര്യൻ ഉദിക്കുന്നേക്കാളും മുന്നേ നമ്മുടെ ഇതില്ലേ ചൊറിയെണ്ണം, ചൊറിയെണ്ണം അറിയില്ലേ, ചൊറിയുന്ന ഇല, അതിനെ പൊട്ടിച്ച് അതിൻ്റെ ഈ വാലെന്തോ ചെയ്ത് ഇവിടെ ഒട്ടിച്ച് പിന്നെ എന്തൊക്കെയോ മുറുക്കാനോ അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പ്. എനിക്ക് അതൊന്നും ശരിക്കും എനിക്കറിയില്ല, കാരണം ആ സമയത്തൊക്കെ നമ്മൾ വേദന എടുത്ത് പണ്ടാരടങ്ങിയിരിക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ അപ്പോഴാണ് രാവിലെ അമ്മ വന്നിട്ട് എനിക്കിതൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതിനെ കൊടിഞ്ഞു വിലക്കൽ എന്ന് പറയും.